വിഷുക്കാലമൊക്കെ അല്ലേ വരുന്നത്. ഇനി നമുക്ക് പുതിയൊരു പായസം നോക്കിയാലോ. അപ്പം വിഷുക്കാലത്തിലേക്കായി എല്ലാവരുടെയും വീട്ടിൽ കഴിഞ്ഞ വർഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചക്ക വരട്ടിയതും, അല്ലെ ഇപ്പം നമ്മൾ ചക്ക വരട്ടിയത് വാങ്ങിക്കാനും കിട്ടും, അല്ലെ ഇപ്പോൾ ചക്ക പഴുത്ത് തുടങ്ങുന്ന സമയമാണ്. ഇപ്പോൾ ചക്ക ആയിട്ടുള്ളവർക്ക് പഴുത്ത ചക്ക വരട്ടി അങ്ങനെ പുതിയൊരു വിഭവമായിട്ട് വിഷുവിന് നമുക്ക് ചക്ക കൊണ്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാം. പുതിയൊരു വെറൈറ്റി പായസം ആയാലോ നമ്മുടെ വിഷുവിന്. അപ്പം നോക്കിയാലോ ഇന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ആദ്യം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. 3 ടൈപ്പ് തേങ്ങാപ്പാൽ എടുക്കണം. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. അതിന് ആദ്യം വേണ്ടത് നമുക്ക് നല്ല നെല്ല് കുത്തിയരിയുടെ അരി, നമ്മുടെ ചെമ്പാവരി അങ്ങനെയുള്ള ചുമന്നരി, അതും ചക്ക വരട്ടിയും ചേർന്നുള്ള ചെറിയ പായസം അരി മേടിക്കാൻ കിട്ടും. അതേലെ അരി വാങ്ങിക്കുക. ഇതിപ്പോൾ 1-ാം പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണേ. 1-ാം പാലിൽ നന്നായിട്ട് തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ശർക്കരയും നമ്മൾ വരട്ടി വച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ 2-ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തിള വന്നു. അപ്പം നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ചക്ക വരട്ടിയത്. അപ്പം നമുക്ക് കുറച്ച് ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാവേ. ഈ സ്പൂണിനൊരു 4 സ്പൂൺ ചക്ക വരട്ടിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്ക അരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുക്കാവേ.